മുൻപോട്ട് എന്താകുമെന്ന ചിന്തയും, ചില കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കുറ്റബോധവും, ഇത് രണ്ടും വേണ്ട. ചില സംഘർഷകരമായ സാഹചര്യത്തിന് നടുക്ക് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ നേരെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് നമ്മോടിങ്ങനെ അടുക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ബലം കുറഞ്ഞ് അതിങ്ങനെ പാഞ്ഞു വരുന്നൊരു കല്ല് പോലും ഒരു പൂ പോലെ കൊഴിഞ്ഞു വീഴുന്ന ഒരു കാഴ്ച കർത്താവ് ഒത്തിരി പേരെക്കുറിച്ച് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഇടപെട്ടു. ഈ വെളിപ്പാട് കണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ യേശുപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്: മുൻപിലും പിൻപിലും എൻ്റെ കൈയുടെ ഒരു അദൃശ്യമായിരിക്കുന്ന വലയം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുക. നിങ്ങൾ ഈ ദിവസങ്ങളിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൈവലയത്തിൻ്റെ അകത്താണ്, കരവലയത്തിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കുന്ന വിഷയങ്ങൾ പോലും നിങ്ങൾ വളരെ സിമ്പിളായിട്ട് അതിനെ ഓവർകം ചെയ്യും. അതുകൊണ്ട് ധൈര്യപ്പെട്ടു, ഇത് നിങ്ങൾക്കുള്ള വിടുതലിൻ്റെ ദിവസമാണ്. ഇന്നത്തെ പ്രവചന ദൂത് കർത്താവ് നമ്മുടെ ഹൃദയത്തെ തൊട്ടു പറയുകയാണ്. നമുക്കത് കേൾക്കാം. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. ഇത് ലോകത്തിലെ നാനാഭാഗങ്ങളിൽ എല്ലാ മനുഷ്യവിഭാഗങ്ങളിലുള്ള സകല സഹോദരങ്ങളെയും തൊടുന്നു എന്നറിയുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ പറയുന്ന മെസ്സേജുകളും നിങ്ങളുടെ പ്രാർത്ഥനാ അഭ്യർത്ഥനകളും ഫീഡ്ബാക്കുകളും ഞങ്ങളതിവിടെ ശേഖരിച്ചു വെക്കുകയും പ്രാർത്ഥിക്കുകയും കൃത്യമാംവിധം അത് ദൈവസന്നിധിയിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ ഒരു സ്നേഹിതൻ്റെ വൈഫ് UK-ലാണ്. ആ മകള് താമസിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് താമസം മാറുകയാണ്. അന്നേരം ഈ സിസ്റ്റർ താമസം മാറിപ്പോകുമ്പോൾ നിലവിൽ താമസിച്ചിരുന്ന വീട്ടിൽ വലിയ വാടകയാണ്. വിദേശത്തൊക്കെ താമസിക്കുന്നവർക്കറിയാമല്ലോ, നമ്മുടെ കൂടെ പലരും ഗസ്റ്റായിട്ട് വരും. അവരപ്പം റെൻറ്റിൻ്റെ ഒരു പോർഷൻ അവരും ഷെയർ ചെയ്യും. അങ്ങനെ 2 വർഷം ഈ പെൺകുട്ടി എടുത്ത ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ മാറുമ്പോൾ ഇതിനിടയിൽ 2-3 പേര് വന്നു, അവരെല്ലാവരും പോയി. ലാസ്റ്റ് ഈ പെൺകുട്ടിയാണ് പോകുന്നത്. അപ്പോൾ വലിയൊരു തുക ഓൾറെഡി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓണർ വന്നിട്ട് അയാൾ നോക്കിയിട്ട് അയാൾ ഇതിനകത്തൊക്കെ ഡാമേജ് ഉണ്ട് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ കൊടുത്ത പൈസയിൽ നല്ലൊരു ഭാഗം അങ്ങനെ അങ്ങ് പോകും. അത് മാത്രവുമല്ല, പുതിയൊരു സ്ഥലത്തേക്ക് ചെന്ന് ഒരു ലൈഫ് അല്ലെങ്കിൽ പുതിയൊരു ഇടത്ത് ചെന്നൊരു ജീവിതം പിന്നെയും തുടങ്ങുക എന്ന് പറയുമ്പോൾ അതൊക്കെ വളരെ ചലഞ്ചിങ് ആണ്. ആകെ മാനസികമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോടൊരു വാക്ക് പറഞ്ഞു: യഹോവ നിനക്ക് മുൻപടയുമായിരിക്കും പിൻപടയുമായിരിക്കും. അതായത് മുൻപിലും പിൻപിലും ദൈവം ഉണ്ടായിരിക്കും. പിൻപിൽ നിന്ന്, അതായത് ഇപ്പം പോകുന്ന ഈ സ്ഥലത്ത് നിന്നും നിനക്കെതിരെ ഉണ്ടാകാൻ പോകുന്ന എല്ലാ ടൈപ്പ് പ്രശ്നങ്ങളും ദൈവം അതിനെ സ്റ്റോപ്പ് ചെയ്യും, അതിനെ ലോക്ക് ചെയ്ത് കളയും. മുൻപിൽ ഏത് തരത്തിലുള്ള പ്രതിസന്ധി ഉയർന്നു വരാൻ സാധ്യതയുണ്ടെങ്കിലും നിന്നെ ഞാൻ വിശ്വാസത്തോടും ധൈര്യത്തോടും നിർത്തും. ആ പ്രശ്നവും കർത്താവിൻ്റെ കരം ഹാൻഡിൽ ചെയ്യും. യഹോവ മുൻപടയായിരിക്കും, കർത്താവ് നമുക്ക് പിൻപടയായിരിക്കും. അത് നമുക്കറിയാം. മുൻപിൽ പ്രകാശമായി നിൽക്കുന്ന നാഥൻ, എൻ്റെ ജീവിതത്തിൻ്റെ പിന്നിൽ അവൻ്റെ നിഴലുണ്ട്. ഞാൻ ആ നിഴലിൻ്റെ കീഴിലാണ് ആയിരിക്കുന്നതെന്നുള്ള ഉറപ്പ് ദൈവവേദന നിനക്കുണ്ടല്ലോ. അത്യുന്നതൻ്റെ ആ മറവ്, സർവശക്തൻ്റെ ആ ഒരു നിഴൽ, അതിൻ്റെ കീഴിലാണ് ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്ന ഒരു ലൈഫാണ് നിങ്ങളുടേത്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ നിമിഷത്തിലെ സാഹചര്യങ്ങൾക്കകത്ത് ഉയരുന്ന ഒരു പ്രശ്നങ്ങൾക്കും നിങ്ങളെ നശിപ്പിക്കാനോ നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങളെ തടയാനോ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ അട്ടിമറിക്കാനോ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോടൊരു ആലോചന പറഞ്ഞത് ഇങ്ങനെയാണ്: നിൻ്റെ ജീവിത സാഹചര്യത്തിൽ ചില വിഷയങ്ങൾ ഉടലെടുത്തിരിക്കുന്നതിൻ്റെ തെളിവുകൾ നിനക്ക് കിട്ടിയിട്ടുണ്ട്. അവസ്ഥകൾ, പല പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങളോട് പറയുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ പരിഹരിക്കും? അതിനുള്ള കൃപയോ അഭിഷേകമോ എനിക്കില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. യേശുവാണ് പറയുന്നത്, നീ പേടിക്കരുത്, ഞാൻ ആ കാര്യം നിനക്ക് വേണ്ടി ക്ലിയർ ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സംശയം ശരിയായിരുന്നു, നിങ്ങൾക്ക് ഡൗട്ടടിച്ച മേഖലകളെല്ലാം ഓക്കെയാണ്, അത് ക്ലിയറാണ്. ദൈവം അത് ക്ലിയർ ആക്കിയിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് ഒരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാകില്ല. അതേത് തരം ആഭിചാരമായാലും, അതേത് തരത്തിലുള്ള ചെയ്തുദോഷമായാലും,
ഏത് തരത്തിലുള്ളതായ നിയമപ്രശ്നമായാലും, ഏത് മനുഷ്യൻ നിങ്ങൾക്ക് നേരെ ഒരുക്കിക്കൊണ്ടുവരുന്ന എതിരായാലും ദൈവം അതിനെ അമർച്ച ചെയ്യുക. ഇന്നതിൻ്റെ മേൽ ജയമായിട്ടുണ്ട്. 139 സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വചനം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നൊരു വചനമാണ്. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. 5-ാമത്തെ വാക്ക്, നീ മുൻപും പിൻപും എന്നെ അടച്ചു. നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. മുൻപിലും പിൻപിലും ദൈവത്തിൻ്റെ കരം. മുൻപിലും പിൻപിലും അതിന് അടവായി നിന്നിട്ട് എനിക്ക് മീതെ തൻ്റെ കരം. ചുരുക്കി പറഞ്ഞാൽ മുൻപിലും പിറകിലും മീതെയും എന്നെ ഇങ്ങനെ പൊതിഞ്ഞ് കവർ ചെയ്തിരിക്കുന്ന ഒരു അത്ഭുത പരിപാലനത്തിൻ്റെ അവസ്ഥ. നമുക്ക് ആലങ്കാരികമായിട്ട് തള്ളക്കോഴിയുടെ കീഴിലിരിക്കുന്ന കോഴിക്കുഞ്ഞിൻ്റെ മേൽ കവർഡായിരിക്കുന്ന തൂവലകളാണ് നമുക്ക് പറയാം. നിങ്ങളുടെ ഭാവനയിൽ വിരിയുന്ന ഏത് ചിത്രവും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പൊതിച്ചിരിക്കുന്ന ഒരു ബ്ലാങ്കറ്റോ, നിങ്ങൾ കണ്ട ഇതുപോലൊരു പക്ഷിയുടെ തണലിലായിരിക്കുന്ന അതിൻ്റെ കുഞ്ഞോ, അല്ല എങ്കിൽ ദൈവത്തിൻ്റെ കൈയുടെ കവറിങ്ങോ, നിങ്ങളുടെ ഭാവന നിങ്ങളെ കാണിച്ച ഈ ചിത്രം, അതാണ് ഇന്നത്തെ നിൻ്റെ കാവലിൻ്റെ യാഥാർത്ഥ രൂപം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുണ്ട്. നിൻ്റെ വീടിൻ്റെ മേൽ എഴുതിയിരിക്കുന്ന മരണങ്ങൾ നീങ്ങിപ്പോവുകയാണ്. നിൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ സംഭവിക്കുമെന്ന് നീ കരുതിയ ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ്. ദൈവത്തിൻ്റെ ശാന്തമായ അനുഗ്രഹം നിന്നെ കവർ ചെയ്യുന്നു. ഇതൊരു വിടുതലാണ്. നിൻ്റെ ഭാവി എന്താകുമെന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ, ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിക്കും, ഇത്തരം ചോദ്യങ്ങളുടെ മുമ്പിൽ ഒരു ആൻസർ. പുറകിൽ ഉയരുന്ന വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ഒരു വിടുതൽ. ഞാനൊന്നുകൂടെ പറയട്ടെ, നിങ്ങളെ ചേസ് ചെയ്യുന്ന ചില സ്പിരിറ്റുകൾ, ട്രഡീഷണലി നിങ്ങൾക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന ചില പാരമ്പര്യമായ പോരാട്ടങ്ങൾ, നിങ്ങളുടെ മുൻപിലുള്ള ചില വല്ലാത്ത എതിരുകൾ, ഇതെല്ലാം ഇന്ന് ശമിക്കുകയാണ്. മുൻപിൽ നിന്നുള്ളതിനെയും പിൻപിൽ നിന്നുള്ളതിനെയും ദൈവം ക്ലിയർ ചെയ്യുന്നു. എൻ്റെ മുമ്പിലെ കാര്യങ്ങളിൽ എനിക്കൊരു വ്യക്തത വേണമെന്ന് ദൈവത്തോട് ഇന്ന് ശഠിക്കരുത്. എൻ്റെ പുറകിലെ കാര്യങ്ങളിൽ എനിക്കൊരു വ്യക്തത വേണമെന്ന് ദൈവത്തോട് ശാഠ്യം പിടിക്കരുത്. നിൻ്റെ പിൻപിലോ നിൻ്റെ മുൻപിലോ എന്താണെന്നുള്ളതിൻ്റെ വ്യക്തതകളല്ല ഇന്നറിയേണ്ടത്. ഈ സെക്കൻഡിൽ ഞാൻ ആയിരിക്കുന്ന ഇടത്ത് കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത്. ദൈവം നിങ്ങൾക്ക് വ്യക്തത തരുന്നതിനേക്കാൾ ഉപരി ദൈവം നിങ്ങൾക്ക് വിശ്വാസമാണ് ഈ നിമിഷം തരുന്നത്. കർത്താവ് ഗിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫെയ്ത്തിൽ മുന്നോട്ടേക്ക് പോകാം. വലിയൊരു വിടുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. നിൻ്റെ പുറകിലും നിൻ്റെ മുൻപിലും യേശുവുണ്ട്. നിനക്ക് കാര്യങ്ങൾ ദൈവം ക്രമത്തിലാക്കിയിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പാ, അങ്ങേക്ക് നന്ദി പിതാവേ. യേശുവിൻ്റെ നാമത്തിൽ ഈ നേരം ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ എടുത്ത് വരുന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ കരം മുൻപിലും പിന്നിലും ബലമായി ഞങ്ങൾക്കുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. ഭാവിയെ നോക്കുമ്പോൾ അതിലുണ്ടാകുന്ന 100 ചോദ്യങ്ങളും, ഞാനതങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അയ്യോ എനിക്കതങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ തുടങ്ങി നിരവധിയായി കഴിഞ്ഞ കാല ഭൂതകാല ജീവിതത്തെക്കുറിച്ചുള്ളതായ കുറ്റബോധങ്ങളും നിറഞ്ഞ് ഇതിൻ്റെ രണ്ടിൻ്റെയും ചോദ്യശരങ്ങൾക്കിടയിൽ ഞെരുങ്ങുന്ന ഒരു സാഹചര്യത്തിൻ്റെ അവസ്ഥയ്ക്കകത്ത് അവിടുത്തെ തിരുക്കരം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൃത്യമായി ഇറങ്ങി വന്ന് മുൻപിലും പിൻപിലും കാവലായി നിന്ന് ഞങ്ങളെ യാതൊരുവിധ ദോഷങ്ങളും പിന്തുടർന്ന് കീഴ്പ്പെടുത്താതെയും ഞങ്ങളുടെ മുൻപിലുള്ള യാതൊരു പ്രതിബന്ധങ്ങൾ ഞങ്ങളെ അലട്ടാതെയും ഞങ്ങൾക്കങ്ങ് ചുറ്റും പരിചയമായി നിന്ന് പരിപാലനം തരുന്നതിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവപിതാവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഇവർക്കു വേണ്ടി അദൃശ്യമായൊരു കരുതൽ അവിടുന്ന് ഒരുക്കിയിട്ടുള്ളതിനായിട്ട് സ്തോത്രം. എന്തായിത്തീരുമെന്ന് ഉത്തരമില്ലാത്ത ചില വല്ലാത്ത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിറഞ്ഞ ചോദ്യത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ കരുതൽ വ്യക്തമാം വിധം വെളിപ്പെടാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് രാവിലെ ഒരു സന്തോഷത്തിൻ്റെ വാർത്ത ഞങ്ങളുടെ കാതുകളിൽ കേൾക്കും. കഴിഞ്ഞ
പകൽ കഴിഞ്ഞ രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ച കാര്യത്തിന് സ്വർഗം കേട്ട് ഉത്തരം നൽകിയതിൻ്റെ സന്തോഷം ഞങ്ങൾ കാണാൻ പോവുകയാണ്. വളരെ വ്യക്തമായ ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ഈ കാര്യത്തിൽ. യേശു ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുമെന്നുള്ള വ്യക്തമായ ഉറപ്പ്. ചില രോഗശയ്യയിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എഴുന്നേൽക്കുന്നതിനായി സ്തോത്രം. പുതുതായി ചെന്നെത്തുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ സുരക്ഷിതരാകുന്നതിനായിട്ട് സ്തോത്രം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുറക്കപ്പെടുമോ ഇല്ലയോ എന്ന് സംശയത്തോടെ നിൽക്കുന്ന ചില ഇടപാടുകൾ ദൈവം അത് അപ്രൂവ് ചെയ്ത് ഓപ്പണാക്കുന്നത് കാണുവാൻ കൃപയാക്കുന്നതിനായിട്ട് സ്തോത്രം. ഒത്തിരി പേരുദോഷവും പഴിയും കേട്ട ചില വിഷയങ്ങളിൽ ആ നിന്ന എന്നേക്കുമായി ഇല്ലാതാക്കുന്ന നിലയിലുള്ള ദൈവത്തിൻ്റെ മറുപടി കരങ്ങളിലേക്ക് കൊടുത്തനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. വാവിട്ട് കരഞ്ഞ് ഉള്ളിലെ സങ്കടങ്ങളൊക്കെയും പലതവണ കരഞ്ഞു തീർക്കാൻ നോക്കിയിട്ടും തീരാതെ നിറഞ്ഞ വേദനയായി ഉള്ളിൽ ഇങ്ങനെ ഉയർന്നുയർന്നു വരുന്ന ജീവിതത്തിലെ തെറ്റായ ചില തീരുമാനങ്ങളുടെ പേരിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വല്ലാത്ത കെടുതികളെ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരുടെ ജീവിതത്തിൽ എന്നെ കാണിക്കുന്നു. ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. നിൻ്റെ സ്നേഹം പിടിച്ചു പറ്റി നയത്തിൽ നിന്നെ വഞ്ചിച്ച് നിന്നോടൊപ്പം ദൈവവേദലെ വല്ലാതെ ഞാനും കെണിയിലായി പോയെന്നുള്ള നിലയിൽ നിന്നെ ആകമാനം ഒരു കുഴിക്കകത്ത് കൊണ്ടുപോയി ഇറക്കി നിർത്തിയിട്ട് കയറാൻ വയ്യാതെ നിൻ്റെ അവസ്ഥയുടെ മുമ്പിൽ എനിക്കുമൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിസ്സഹായരായി കൈ തുറന്ന് കാണിക്കുന്ന ചില മനുഷ്യരുടെ മുമ്പിൽ നീ വിശ്വാസമർപ്പിച്ച വ്യക്തികളാൽ നിനക്ക് ഭവിച്ചുപോയ വലിയ പതനങ്ങൾക്കകത്ത് നിന്നും നിന്നെ വലിച്ചുയർത്തേണ്ടതിന് ബലമുള്ള യേശുവിൻ്റെ കൈ ഉയരത്തിൽ നിന്ന് നിനക്ക് വേണ്ടി നീട്ടപ്പെടുകയാണ്. നിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഭാവി മേഖലകൾക്ക് ദൈവം ഒരു ഭദ്രമായ സംവിധാനം തുറക്കാൻ പോകുകയാണ്. വിശ്വസിച്ചോ, നീ ദൈവമഹത്വം കാണാൻ പോകുന്നു. ഹല്ലേലൂയ. പൂർത്തീകരിക്കാതെ വ്യക്തമാം വിധം സന്തോഷത്തോടുകൂടെ പാർക്കാൻ കഴിയാതെ കർത്താവെ അപൂർണമായ ഭവനത്തിൻ്റെ അകത്ത്, അടച്ചുറപ്പില്ലാത്ത വീടിൻ്റെ അകത്ത് വേദനയോടെ എൻ്റെ വാക്കുകളെ കേട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാനുള്ള വഴി യേശുവിൻ്റെ നാമത്തിൽ ഒരുങ്ങി വരട്ടെ. വലിയ പ്രതീക്ഷയോട് തുടങ്ങിയ ചില സംരംഭങ്ങൾ എങ്ങുമെത്താതെ അത് വലിയൊരു നാശത്തിലേക്ക്, നഷ്ടത്തിലേക്ക് നീങ്ങുന്നതിൽ ഹൃദയം നൊന്ന് നിലവിളിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു വലിയ വിടുതൽ എന്നതിൻ്റെ മേൽ തുറന്നാട്ടെ. ഇവരുടെ കൈകളാൽ ദൈവം തുടങ്ങാൻ അനുവദിച്ചത് ഒരു വിശാലത ഇവർക്ക് നൽകുന്ന കാഴ്ചയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ അത് തിരിയട്ടെ. ഒരു നന്മ അതിനകത്ത് തുറന്നു വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ ഭാരം യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ശരീരത്തിനൊരു ബലമുണ്ടാകട്ടെ. മനസ്സിന് വലിയൊരു ധൈര്യം നിറയട്ടെ. കഴിഞ്ഞ കുറച്ച് നാളുകളായി വല്ലാതെ മുടി കൊഴിഞ്ഞു പോകുന്നു, ദേഹം വല്ലാതെ ക്ഷീണിക്കുന്നു. എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയില്ല. നിൻ്റെ ത്വക്കിൻ്റെ നിറം മാറുന്നതും നിൻ്റെ ശരീരം വിരൂപമാകുന്നതും തലയ്ക്ക് വല്ലാതെ വേദനയുണ്ടാകുന്നതിനെ തുടർന്ന് ഒരു ഡോക്ടറെ പോലും കൺസൾട്ട് ചെയ്യാൻ ധൈര്യമില്ലാതെ വലിയൊരു ഭീതിയോടുകൂടെ എൻ്റെ വാക്ക് കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ കർത്താവ് കാണിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ കരം ഇതാ ചലിക്കുകയാണ്. ഒരു സൗഖ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ മേൽ വ്യാപരിക്കും. പൂർണ്ണമായ ഒരു ആരോഗ്യത്തിലേക്ക് ദൈവം നിങ്ങളെ ഇപ്പോൾ തന്നെ കൊണ്ടുവരും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരം ഇപ്പോൾ നോർമലാകട്ടെ. നിങ്ങൾ ആഗ്രഹിച്ചൊരു നിലയിലേക്ക് അത് തിരിച്ച് വളർച്ചയും വികാസവും ശക്തിയും പ്രാപിക്കട്ടെ. പുഷ്ടിപ്പെടട്ടെ. അനുഗ്രഹങ്ങൾ നിറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വളരെ പ്രതീക്ഷയോടെ ചെയ്ത കാര്യങ്ങൾ ഒന്നുപോലും ചിലവാകാതെ അതിൻ്റെ മുമ്പിൽ വേദനയോടുകൂടെ മാത്രം ഇപ്പോൾ ആയിരിക്കുന്ന എന്തോ വലിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, എന്നെ എവിടെയോ പൂട്ടിയിട്ടുണ്ട് എന്നുള്ള വേദനയോടുകൂടെ നിൻ്റെ സംരംഭത്തിൻ്റെ അകത്തെ കച്ചവടങ്ങൾ നിശ്ചലമായി പോയ സാഹചര്യത്തെ നോക്കി വേദനിക്കുന്ന ദൈവ പൈതലേ, നിൻ്റെ ബന്ധനങ്ങളെ ഞാൻ അറുത്തു കളയുന്നു. നീ നോക്കിക്കോ, ഇന്നു പകൽ നിൻ്റെ സ്ഥാപനത്തിൽ തിരക്കായിരിക്കും. ദൈവം അതിനകത്ത് ജനത്തെ കൊണ്ടുവരും. നിൻ്റെ ചെറിയ സംരംഭം വലുതാകാൻ തക്കവിധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നൽകിയ അഭിഷേകത്തിൽ ഞാൻ നിൻ്റെ മുമ്പിലെ തടസ്സങ്ങളെ വിച്ഛേദിച്ച് കളയുന്നു. യേശു രാജാവിൻ്റെ നാമത്തിൽ നിനക്കൊരു സമൃദ്ധിയും സമാധാനവും ഇപ്പോൾ തന്നെ തുറക്കുന്നു. ഓ കർത്താവേ, പുതിയ ആശയങ്ങൾ, പുതിയ സംരംഭങ്ങൾ, പ്രാർത്ഥനാപൂർവം സജ്ജമാക്കുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ മേലെല്ലാം വലിയൊരു വിടുതൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കൾക്കുണ്ടാകട്ടെ. കർത്താവെ, സ്വന്തം മകളെ ഓർത്ത് ഭാരപ്പെടുന്ന, മോളുടെ വിഷയത്തിൽ വളരെ വേദനിക്കുന്ന ഈ മാതാവിനെ ഞാൻ അങ്ങയുടെ കരത്തിലേക്ക് തരികയാണ്. കർത്താവെ, എനിക്ക് വേണ്ടി അങ്ങ് ഇറങ്ങിയേ മതിയാകുകയുള്ളൂ.
എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന നിലയിൽ നിൻ്റെ മകൾ നിൻ്റെ മനസ്സിന് വേദനയായി തീർന്നിരിക്കുന്ന അവളുടെ ഭാവിയും ഇപ്പോഴത്തെ സാഹചര്യവും ഓർത്ത് വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന അമ്മയെ, നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ പ്രവൃത്തി ഇതാ വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങളത് ധൈര്യപ്പെട്ട് യേശുവിൻ്റെ കരം ആ വിഷയത്തെ തൊടും. അപ്പാ, ലോകമെമ്പാടും ഇന്ന് പല പല വിഷയങ്ങളിൽ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ മക്കളായിരിക്കുന്നു. പ്രത്യേകിച്ച് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ എക്സാമുകൾക്ക് വിധേയരാകുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹീതമായ ജയം നേടട്ടെ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ യേശു മഹാരാജാവിൻ നാമത്തിൽ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ ഐശ്വര്യവും ഉന്നതിയും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ മുൻപോട്ടേക്ക് നയിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നൊരു നേരമാണ്. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കോട്ടയത്ത് IMA ഹാളിൽ, ഇത് 2026 ജനുവരി മാസം, ഈ മാസത്തിൻ്റെ 30, 31 തീയതികളിൽ, ഫെബ്രുവരി മാസം 1-ാം തീയതിയിൽ 3 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സീസൺ 5 എന്ന നമ്മളുടെ ഫാസ്റ്റിംഗ് പ്രയർ നമ്മളുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ കോട്ടയത്തെ IMA ഹാളിൽ വെച്ച് നടക്കുകയാണ്. നിങ്ങൾ വരണം. ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുന്നവർ നിശ്ചയമായും വന്ന് പങ്കുചേരണം. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹത്തിൻ്റെ സമയമായി മാറും. നിങ്ങൾ വലിയ ദൈവപ്രസാദത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ ഇത് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഒത്തിരി അവസ്ഥകളെ കർത്താവ് പരാമർശിച്ചു. അതിനെല്ലാം വിടുതലാവട്ടോ. യേശുപ്പ ഒത്തിരി അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ പൊന്നുമക്കളെ. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങൾക്കൊപ്പം ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.